പല്ല് നന്നായാൽ പാതി നന്നെന്ന് കേട്ടിട്ടില്ലേ? പാതി നന്നായി എന്ന് പറഞ്ഞ പോലെ ഒരു ചുരിദാർ തയ്ക്കുമ്പോൾ കടലിയലോടൊക്കെ നന്നായിട്ട് കയറിയാ നിൽക്കുന്നത് ഉണ്ടോ? മറ്റേ പോലെ താന്നല്ലല്ലോ. ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി തന്നെയാണ്. മറ്റേന്ന് നമ്മൾ ബാക്കിൽ നിന്ന് 1 ഇഞ്ച് കൂടുതൽ എടുക്കാതെ തന്നെയല്ല, സാധാരണ പോലെയാണ് നമ്മൾ ചെയ്തിരുന്നത്. ഇതിന്റെ പ്രത്യേകത, ഇതും ഞാൻ 4 ഇഞ്ച് വിഡ്ത്ത് എടുത്തിട്ടുണ്ട്, 4.5 ഇറക്കം എടുത്തിട്ടുണ്ട്. പക്ഷെ 4.5 ഇറക്കം എടുത്താലും ഇങ്ങനെ തയ്ച്ചത് കൊണ്ട് ഇറക്കം ഒട്ടും താഴേക്ക് ഇറങ്ങിയിട്ടില്ലല്ലോ. നല്ലതായിട്ടില്ലേ ഇരിക്കുന്നത്? ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നോക്കിക്കേ, കോളറ് തൃപ്തിയായോ? നന്നായോ? പല്ല് നന്നായാൽ പാതി നന്നെന്ന് കേട്ടിട്ടില്ലേ? പാതി നന്നായി എന്ന് പറഞ്ഞ പോലെ ഒരു ചുരിദാർ തയ്ക്കുമ്പോൾ അതിന്റെ സ്ലിറ്റ് നല്ലതായി വന്നാൽ ചുരിദാറിന്റെ പകുതി നല്ലതായെന്ന്. അപ്പൊ നമുക്ക് എങ്ങനെ ഈ ചുരിദാറിന്റെ പകുതിയെ നല്ലതാക്കാമെന്ന് എന്റെ തുടക്കക്കാർക്ക് വേണ്ടിയാണേ. അറിയാവുന്ന ഞാൻ തന്നെ ഇഷ്ടം പോലെ വീഡിയോയ്ക്കകത്ത് തയ്യലിനകത്ത് എടുത്തു കാണിക്കാറുണ്ട്. നല്ലപോലെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാനിത് എടുത്തു കാണിച്ചിരുന്നു. ഒന്നും കൂടി എന്റെ ഓരോ വീഡിയോയ്ക്കകത്തും പുതിയ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം, അവർക്ക് വേണ്ടിയായിരുന്നു കേട്ടോ. അപ്പം ഇന്നാരോ പറഞ്ഞു, ടീച്ചർ എത്ര വീഡിയോ ഇട്ടാലും ഞങ്ങൾക്ക് അത് കാണുന്നത് കൊണ്ട് പ്രയോജനമേ ഉള്ളെന്ന്. അപ്പം നിങ്ങളുടെ നല്ല സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് വീണ്ടും ഇതിങ്ങനെ ഞാൻ ഒന്നുകൂടെ കാണിച്ചേക്കാന്ന് വെച്ചേ. നിങ്ങൾ നോക്കുക, നമ്മുടെ ഈ റൗണ്ട് കോളറിന്റെ കഴുത്തും എല്ലാം തയ്ച്ചു, 2 കൈയും ഒക്കെ തയ്ച്ചു വെച്ചേക്കുകയാണ്. അപ്പൊ തയ്ച്ചു കഴിഞ്ഞ് അങ്ങനെ നമ്മളെ ഇവിടെ കൊണ്ട് നിർത്തി. ഇത് കണ്ടല്ലോ, ഇതല്ലേ നമ്മുടെ സ്ലിറ്റിന്റെ ഇവിടെ കൊണ്ട് നിർത്തി നമ്മൾ 2 അടുപ്പ് മുകളിലേക്ക് അടിച്ചു. ഇതാണ് നമ്മൾ സ്ലിറ്റ് തയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്ന സ്ഥലം. ഇത് ഒരു സ്വല്പം പോലും ചുളുക്കമില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ തയ്ക്കാം, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പം നമുക്ക് ആദ്യം ഇത് ലൈനിങ് മെറ്റീരിയലാണ് അല്ലേ? ലൈനിങ് ഉണ്ട്, ലൈനിങ് ഉള്ള തുണിയാണ്. അപ്പം ആദ്യം ഇത് ഞാൻ കൂട്ടി അടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമോ? ഇത് ഞാൻ കൂട്ടി അടിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് കൂട്ടി അടിച്ചിട്ടില്ല. എനിക്കിനി കൂട്ടിയടിക്കാൻ നേരമില്ല. അതുകൊണ്ട് ഞാനൊരു സ്വല്പം ഈ ഫെവിക്രിൽ ഇതേ കൂടെ ഒന്ന് ചെറിയ തോതിൽ ഒന്ന് തൽക്കാലം എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഈ രണ്ടും ഒരുപോലെ ഒരേ വലിപ്പമാണോ നോക്കണം. നമുക്കിത് ശരിക്കും വെട്ടിക്കളയാനുണ്ടോ? ഇല്ല, കറക്റ്റായിട്ടാണ് നിൽക്കുന്നത്. ഒട്ടും വെട്ടിക്കളയാനില്ല. നിങ്ങൾക്ക് തന്നെ തോന്നുന്നു വെട്ടിക്കളയാനുണ്ടോ? ഇല്ലല്ലോ. ലൈനിങ്ങും ഒക്കെ കറക്റ്റായിട്ടല്ല നിൽക്കുന്നത്. ഇനി അഥവാ അല്ല, ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഒരുപോലെ ആക്കണം. 2 പീസും ഒരുപോലെ ആക്കണം. എന്നിട്ട് നമ്മുടെ ആ സ്ലിറ്റിന്റെ ഏരിയ കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ ഒരു നല്ല കട്ടും ഇട്ടുകൊടുത്തു. കണ്ടല്ലോ. ഇനി നമുക്ക് ഇത് ചെയ്യാൻ ഇഷ്ടംപോലെ മാർഗമുണ്ട്. ഏറ്റവും എളുപ്പ മാർഗമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നല്ലതായിട്ട് ഇതുപോലെ ടേബിളിൽ നമ്മളിങ്ങനെ വിരിച്ചിട്ടിട്ട് കുറച്ചുകൂടി അടുത്ത് നിങ്ങളെ ഞാൻ കാണിക്കാം. അടുത്തായിട്ട് കാണിക്കാം. നോക്കിയേ, ഇതല്ലേ സ്ലിറ്റിന്റെ സ്ഥലം. സ്ലിറ്റിന്റെ സ്ഥലത്ത് ഇതിങ്ങനെ തുറന്ന് വെച്ചിട്ട് ആ കറക്റ്റ് വര നോക്കണം എങ്ങനെ വരുന്നു. അങ്ങനെ നമ്മൾ നന്നായിട്ട് നമ്മുടെ നഖം കൊണ്ട് ഇങ്ങനെ തള്ളവിരലിലെ നഖം കൊണ്ട് ഇങ്ങനെ നല്ലപോലെ ഇതിനെ പ്രസ് ചെയ്ത് താഴെ വരെ നമ്മൾ ഒരുപോലെ അടയാളപ്പെടുത്തുന്നു. അതേപോലെ തന്നെ അതേ വലിപ്പത്തിൽ ആരെയും മറുവശത്തെ പീസിനെയും നമ്മളിങ്ങനെ മടക്കുന്നു അല്ലേ, നമ്മുടെ സ്ലിറ്റിൻ്റെ സ്ഥലം. അപ്പോൾ സ്ലിറ്റിൻ്റെ ഈ മറുവശത്തെയും ഇങ്ങനെ തന്നെ കണ്ടോ, അതേ വലിപ്പത്തിൽ മടക്കിയിട്ട് തിരിച്ചിട്ടേച്ച് ഇത് കണ്ടോ, ആ മറ്റേതിനെ പോലെ തന്നെ ഒരേപോലെ ഇതിനെ നന്നായിട്ടൊന്ന് മടക്കി. അതിങ്ങനെ ആ മടക്ക് എവിടം വരെ വരണം? നമ്മുടെ അടിഭാഗം വരെ വരണം, ഒരേ വലിപ്പത്തിൽ. ഇവിടെയും അത് രണ്ടും നമ്മളിങ്ങനെ വരച്ചല്ല, നഖം കൊണ്ട് നമ്മൾ പ്രസ് ചെയ്ത് വരച്ചു. അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പണി കഴിഞ്ഞു. ഇനിയും നമ്മുടെ പണി എന്ന് പറയുന്നത് ഇതാ നമുക്ക് ഇത്രയും നമുക്കുണ്ട്. ഇതിനെ ഒന്നുകൂടെ മടക്കണ്ടേ? അതിന് നമ്മളിതിനെ വീണ്ടും അകത്തോട്ട് ഒന്നുകൂടെ മടക്കുമ്പോൾ 1/2 ഇഞ്ചിൽ കൂടുതൽ വരലെ വൃത്തികേട കാണാൻ കേട്ടോ. 1/2 ഇഞ്ചിനും 1/4 ഇഞ്ചിനും ഇടയ്ക്ക് വീതി മതി. അങ്ങനെ നമ്മൾ ഒരേപോലെ ഇവിടെ തൊട്ട് താഴെ വരെ കൃത്യമായിട്ട് മടക്കുന്നു കണ്ടോ.
ഈ മടക്കുമ്പോഴും ഇത് ഒരു വലിപ്പമാകാൻ ശ്രദ്ധിക്കണം. കണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് താഴേക്ക് മടക്കാം. അതേപോലെ ഇതിനെയും നമ്മൾ മടക്കുന്നു. ഇതിനെ കണ്ടോ, ആ മറ്റേതിൻ്റെ അതേ വലിപ്പമാകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ കൃത്യം നന്നായിട്ട് നിന്ന് നമുക്ക് വരച്ചൊക്കെ തയ്ക്കാൻ വേണമെങ്കിലോ ഇതിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് തയ്ച്ച് വരാം. അപ്പം നിങ്ങൾക്ക് കണക്കിയിട്ട് നമുക്കിവിടെ നിന്ന് തുടങ്ങാം. തയ്ക്കുമ്പോഴും ഒരു ലൈനിൽ വരാൻ ശ്രദ്ധിക്കണേ. എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് ഇട്ട ഭാഗത്ത് നോക്കുമ്പോൾ ഒരുപോലെ ആയിരിക്കണം ഈ രണ്ട് ലൈനും, തയ്ക്കുന്ന രണ്ട് ലൈനും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഓൾറെഡി ഇങ്ങനെ മടക്കി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല എളുപ്പമാണ്. പ്രത്യേകിച്ച് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഈ മടക്കുന്ന രണ്ടാമത്തെ മടക്കം മടക്കി വെച്ചേക്കുകയാണെങ്കിൽ നല്ല എളുപ്പം. ഇവിടെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ഈ ചെയ്യുന്ന പോലെ ഇപ്പുറത്തെ പീസ് മാറ്റി നന്നായിട്ട് തൂത്ത് കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ ഒരു ചുളുക്കം വരും. നമ്മൾ എത്ര ശ്രദ്ധിച്ച് തയ്ച്ചാലും അവിടെ കണ്ടോ ഇങ്ങനെ പിടിക്കുമ്പം ഒരു മാറിയല്ലേ വരും നമ്മൾ അളവെടുത്തതിനേക്കാളും. അപ്പോൾ അത് നോക്കി കൃത്യമായിട്ട് വരണം. അവിടെ അങ്ങനെ ഒരു പ്രശ്നം വരും, കാരണം അവിടെ സ്ലിറ്റ് അടിച്ച് വെച്ചേക്കുന്നതായതുകൊണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ എവിടെയാണോ സ്ലിറ്റ് നിർത്തിയത് അതിനേക്കാൾ 1/2 ഇഞ്ച് മുതൽ 1 ഇഞ്ച് വരെ മുകളിലേക്ക് കയറ്റി നമ്മൾ ആ മടക്കയിൽ കുത്തി നിർത്തി. എന്നിട്ട് ഈ മറുവശം നല്ല വൃത്തിയായിട്ട് മുമ്പത്തെ പോലെ തൂത്ത് അടിയിലത്തെ ചുളുക്കമൊക്കെ മാറ്റി ഇതിനെ ആദ്യം മടക്കി അതേ മടക്കിൻ്റെ വലിപ്പത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൈ വെച്ച് തയ്ക്കണം. തയ്ച്ച് ഇവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തി. എന്നിട്ട് നമ്മൾ നേരെ താഴേക്ക് പിടിക്കുന്നു. ഇപ്പം നിങ്ങളിത് കണ്ടപ്പം വെറും ഈസിയാന്ന് തോന്നി, പക്ഷേ ആ കുത്തി നിർത്തി ആ ഭാഗത്ത് ചുളുക്കം വരും നല്ലപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ. എന്നിട്ട് നമ്മൾ മുമ്പ് ചെയ്ത പോലെ ഇവിടെ കണ്ടോ, നിങ്ങൾ നോക്കിയാൽ മടക്കുമ്പോൾ ഒരു ചെറിയ ചുളുക്കം വരുന്നില്ലേ, അത് ഇങ്ങനെ തൂത്ത് കൊടുത്താൽ മതി, അതങ്ങ് മാറിക്കോളും. ഇനി അഥവാ എന്നിട്ടും ഇവിടെ ചുളുക്കം നിൽപ്പുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് തയ്ക്കുമ്പം ആ ചുളുക്കം അങ്ങ് മാറും. അടി കണ്ടോ, ഏറ്റവും അടിയാണ് ആദ്യമേ ഞാൻ പിടിച്ചത്. ഒരു 5-8 ഇഞ്ച് തയ്ക്കാനുള്ളപ്പോൾ തന്നെ ഏറ്റവും അടിഭാഗം കൃത്യമായിട്ട് മടക്കി പിടിച്ചിട്ട് അങ്ങ് തയ്ച്ച് വിടണം, അല്ലെങ്കിൽ വലിഞ്ഞ് താഴേക്ക് ഇങ്ങനെ തൂങ്ങിങ്ങി വരും. ഇനി എന്ത് ചെയ്യണം, സ്റ്റിച്ച് എടുക്കാതെ തന്നെ അത് സൂചി കുത്തി നിർത്തി ഇപ്പുറത്തെ വശത്തൂടെ അരികിലൂടെ നമ്മൾ തിരിച്ച് തയ്ക്കും. അപ്പോൾ അഥവാ അവിടെ ചുളുക്കം ഉണ്ടെങ്കിൽ, ചുളുക്കമൊന്നും ഇല്ല ഇവിടെ കണ്ടോ, അഥവാ നിങ്ങൾ വേറെ ചില തുണികളാണെങ്കിൽ ചുളുക്കം വരും. ചുളുക്കം വന്നാൽ ഈ അടി പഠിക്കുമ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് പോരും. വലിക്കുമൊന്നും വേണ്ട, നമ്മൾ സാധാരണ പോലെ തന്നെ തയ്ക്കുന്നു. തയ്ച്ച് നമ്മുടെ സ്ലിറ്റിൻ്റെ വശത്ത് വന്നപ്പോൾ എന്തെങ്കിലും ചെയ്തെന്ന് കണ്ടോ, സ്ലിറ്റ് നേരെയാക്കി ഇങ്ങനെ കൊടുത്തു വെച്ചിട്ട് അരികിലൂടെ ശ്രദ്ധിച്ച് കറക്റ്റ് സ്ലിറ്റിൽ കുത്തി നിർത്തി തിരിച്ചു വരിക. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാണി ഈ നമ്മൾ കെട്ടിടുകയല്ലേ, അങ്ങനെ വേണേൽ കെട്ടിടാം. അപ്പോൾ ആ സ്ലിറ്റിൻ്റെ അവിടെ കീറിയൊന്നും പോകാതെ ഇരുന്നോളും. വൃത്തികേടില്ലാത്ത രീതിയിൽ ഒരു കെട്ടിട്ടിട്ട് തിരിച്ച് വേണമെങ്കിൽ അടിച്ചു വരാം. ഇത് എൻ്റെ ചുരിദാറിന് നല്ല ലൂസുണ്ട്, അതുകൊണ്ട് ഇപ്പം ഞാൻ ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പം. നല്ല ബോഡി ഫിറ്റഡ് ആണെങ്കിൽ ഇവിടെ സ്ലിറ്റ് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. നോക്കിക്കേ, ഇഷ്ടമായോ നോക്കിക്കേ, ഇഷ്ടപ്പെട്ടോ? ഇങ്ങനെ തയ്ക്കണം നിങ്ങളും. നോക്കിക്കേ, അതിൻ്റെ പടിയൊക്കെ നോക്കിക്കേ, കണ്ടോ? 2 അടിപ്പും ശ്രദ്ധിച്ചേ, നന്നായിട്ടില്ലേ ഇരിക്കുന്നേ. തിരിച്ചിട്ട് കാണിക്കാവേ. അകം കണ്ടോ, ഉൾവശം പോലും ഇത്രയും നല്ല നീറ്റായിട്ടായിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങളും തയ്ച്ച് പഠിക്കണം കേട്ടോ. ഒന്നുകൂടെ വെട്ടത്തിൽ കാണിക്കാം ഞാൻ, നല്ല വെള്ളച്ചത്തിൽ കണ്ടോ, ഇത് ഉൾവശമാണ് കണ്ടോ, നല്ലതായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചുരിദാർ ഇട്ടാൽ തന്നെ ഉണ്ടല്ലോ സൂപ്പറാണ്. അതാ പറഞ്ഞത്, പല്ല് നന്നായാൽ പാതി നന്ന്, സ്ലിറ്റ് നന്നായാൽ ചുരിദാറിൻ്റെ പകുതി നല്ലതായി കഴിഞ്ഞു. ഹായ് കൂട്ടുകാരെ, ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് വന്നു. ഇന്നും എന്നോട് ആരോ ചോദിച്ചു, ഒന്ന് കാണിക്കാമോ, ചുരിദാർ തയ്ച്ച് ഇട്ട് കാണിക്കാമോ എന്ന്. ഇട്ട് കാണാൻ തീർച്ചയായിട്ടും എല്ലാവർക്കും ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തയ്ച്ച കോളറിനേക്കാളും ഇവിടെ ഇങ്ങോട്ട് നന്നായിട്ട് കയറി നിൽക്കും, നല്ലപോലെ കയറി നിൽക്കും. അതുപോലെ ഇവിടെയാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കയറിയാണ് നിൽക്കുന്നത്. ഇതാണ് ശരിക്കും നമ്മുടെ റെഡിമെയ്ഡ് കോളർ കുർത്തി, ഇങ്ങനെയായിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഇപ്പോൾ എന്നാൽ എനിക്ക് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഉപകാരമായാൽ നിങ്ങളുടെ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.